ഈ അടുത്ത് നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് ക്ഷീണമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ജോലി സ്ഥലത്ത് പോകുന്നുണ്ട്. എനിക്ക് അത്രയും കഠിനമായിട്ടുള്ള ജോലിയൊന്നുമല്ല. എന്നാലും തിരിച്ചു വന്നാലും എനിക്ക് ക്ഷീണമുണ്ട്. ഇനി രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. കറക്റ്റ് ഞാൻ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. എന്നിട്ടും എനിക്ക് ഈ ക്ഷീണം മാറുന്നില്ല. രാവിലെ എണീച്ചാലും ഒക്കെ ഭയങ്കര ഒരു മൂടി ആയിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ഷീണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ HbO അതേപോലെ അയണിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് റിപ്പോർട്ടായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ റിപ്പോർട്ടായിട്ട് വന്ന സമയത്ത് ഇവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കുമ്പോൾ ഇതിലൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ അവർക്ക് ആ ക്ഷീണമുണ്ട്. അപ്പം നമ്മൾ ഈ കോമൺ ആയിട്ട് കേൾക്കുന്ന ഈ വൈറ്റമിൻ കുറവ് അല്ലെങ്കിൽ ഈ പോഷകക്കുറവ് അല്ലെങ്കിൽ ഈ അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ, ഇത് മാത്രമാണോ ശരിക്കും ക്ഷീണത്തിനുള്ള കാരണം? വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ക്ഷീണം വരാം? നമ്മളിതിനെ ക്രോണിക് ഫാറ്റിഗ് അല്ലെങ്കിൽ ക്രോണിക് ടയേർഡ്നെസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടയേർഡ്നെസ് എന്നൊക്കെ പറയും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ അസാധാരണമായിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടാവാം എന്നുള്ളതും അതിന് കാരണമാകുന്ന ഒരു രഹസ്യമായിട്ടുള്ള ഒരു പോഷകത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വലിയൊരു യുദ്ധം കഴിഞ്ഞ പോലെ എണീക്കാറുണ്ടോ? എന്ന് വെച്ചാൽ ഒരു ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം. ഞാൻ നന്നായിട്ട് കറക്റ്റ് ടൈമിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ക്ഷീണമുണ്ട്. അതേപോലെ തന്നെ ഒരു ജോലിക്ക് പോയി തിരിച്ച് വന്നാൽ വീട്ടിലെത്തുമ്പോഴേക്ക് ഫോണിൻ്റെ ചാർജ് ഓഫാവുന്ന പോലെ അങ്ങ് ഓഫായി പോവാണ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ആൾക്കാർക്ക് എന്താണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഈ ഒരു ക്ഷീണം ഉണ്ടാവും. ഈ ഒരു ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ആവുന്ന പോലത്തെ ഒരവസ്ഥ, ഒരു മടി പിടിച്ച പോലത്തെ അവസ്ഥയാണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പം ഇതിന് കാരണമാകുന്ന ഒരു 6 കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ക്ഷീണം വരുന്നത് എന്നുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗുണനിലവാരമുള്ള ഉറക്കം കിട്ടാത്തതാണ്. എന്ന് വെച്ചാൽ 7 മുതൽ 8 മണിക്കൂർ വരെ കിടന്നുറങ്ങി, കറക്റ്റ് സമയത്ത് ഉറങ്ങി, കറക്റ്റ് സമയത്ത് എണീച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടണം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ആഴത്തിലുള്ള സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിസ്റ്റർബൻസ് ആയിട്ട് ഞാൻ എണീച്ചു, അല്ലെങ്കിൽ ഞാൻ ഫോൺ നോക്കി കിടന്നത്, സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഫുള്ള് ഈ സ്ലീപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫോൺ നോക്കി കിടന്നിട്ട് സ്ക്രീൻ ടൈം നോക്കിയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. അതേപോലെ തന്നെ ഉറക്കത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് എണീച്ച് തിരിച്ചു പോയി കിടക്കാൻ പറ്റിയില്ല, കുറച്ച് നേരം അങ്ങനെ ഇരുന്നു, പിന്നെ ഉറങ്ങുന്ന സമയത്ത് ചിലർക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടാറില്ല. അപ്പോൾ ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സും ആൻസൈറ്റിയുമാണ്. ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താ, നമ്മൾ എത്രത്തോളം മൈൻഡ് ഇങ്ങനെ ആകുലതപ്പെട്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ മൈൻഡ് ഇങ്ങനെ പണിയെടുക്കുന്നോ അത്രയും തന്നെ നമ്മുടെ ശരീരവും അതേപോലത്തെ ഒരു എഫക്റ്റ്, എന്ന് വെച്ചാൽ ഈ എപ്പോഴും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഇതിലേക്ക് നീങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാവുക, ശാരീരികമായിട്ടുള്ള ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഫാഗ് പോലെ ഫീൽ ചെയ്യാനായിട്ടും തുടങ്ങും. ഇങ്ങനെ ഈ ഹോർമോൺ അധികമാവുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ബോഡി ഒരു അലേർട്ട് മോഡിലായിരിക്കും. എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ പെട്ടെന്നൊരു റിയാക്ഷൻ, പെട്ടെന്നൊരു റെസ്പോൺസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ശാരീരികമായിട്ടുള്ള ക്ഷീണം കാണാറുണ്ട്. മൂന്നാമത്തേന്ന് പറയുന്നത് ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി ഒരു 12 ഹവേഴ്സിനോളം ഫാസ്റ്റിങ്ങിൽ ഇരുന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് ഫുഡ് വേണം, ഗ്ലൂക്കോസും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ മീൽസ് ഒന്നും എടുക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഗ്ലൂക്കോസ് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ എന്താ, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറേ ഹൈപ്പോഗ്ലൈസീമിയ പോലത്തെ ഒരു കണ്ടീഷനിലേക്ക് പോവുകയും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോണിൽ ചാർജ് തീരാൻ നേരത്ത് നമ്മൾ ഈ എനർജി സേവിങ് മോഡിലേക്ക് ഇട്ട പോലെയാവും നമ്മുടെ അവസ്ഥ. എന്ന് വെച്ചാൽ ഇല്ലാത്ത ഒരു എനർജി നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചതെന്ന് എടുത്ത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ഈ ക്ഷീണം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
നാലാമത്തെന്ന് പറയുന്നത് വെള്ളം കൂടി കുറവായിട്ടുള്ളതാണ്. പല ആൾക്കാർക്കും ദാഹം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ എന്താ ഉണ്ടാവുക, ദാഹമില്ലല്ലോ, ദാഹം എടുക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബ്രെയിനിനൊന്നും ആവശ്യമായിട്ടുള്ള ഈ ഒരു ഹൈഡ്രേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ക്ഷീണം അല്ലെങ്കിൽ ഇതേപോലെ തളർച്ച അല്ലെങ്കിൽ വിട്ടുമാറാത്തൊരു തലവേദന അല്ലെങ്കിൽ BP കുറയുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. ഇനി അഞ്ചാമത്തെ കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഫീനുകളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം. ചായ, കോഫി അങ്ങനത്തതൊക്കെ നമ്മൾ അധികം ആൾക്കാർ കുടിക്കുന്നത് ഒരു എനർജി ബൂസ്റ്റർ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ പോലെയാണ്. എന്ന് വെച്ചാൽ ഇത് കുടിച്ചാൽ ഒരു ഉന്മേഷം കിട്ടുന്നുണ്ട് എന്നാണ് ആൾക്കാർ പറയാറുള്ളത്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾക്കൊരു ഉന്മേഷം കിട്ടുമെങ്കിലും പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടാതിരിക്കുക, ഡീപ്പ് സ്ലീപ്പ് കിട്ടാതിരിക്കുക, എത്രത്തോളം എനർജി നമുക്ക് കിട്ടിയോ അത്രത്തോളം തന്നെ നമ്മൾ ഡൗൺ ആയിട്ട് പോകുന്ന ഒരവസ്ഥ. ഇതൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഫസ്റ്റ് നമുക്കത് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ കോഫി, ചായ ഇതൊക്കെ ഒരു അഡിക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം 4-5 കോഫി, ചായ ഒക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഈ ഒരു ക്ഷീണത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ആറാമത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പോഷകങ്ങളുടെ കുറവ്. അതിലിപ്പോൾ മഗ്നീഷ്യം കുറവ് കൊണ്ട് ഉറക്കക്കുറവില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ D കുറവ് കൊണ്ടുള്ള ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ B12 കൊണ്ടുള്ള ക്ഷീണമായിരിക്കാം. അങ്ങനെ എന്ത് പോഷകം, നമ്മൾ അയൺ കുറഞ്ഞാലും എന്ത് ബ്ലഡ് കുറഞ്ഞാലും ഒക്കെ നമ്മൾക്ക് ക്ഷീണമായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഇത്തരം പോഷകങ്ങളുടെ കുറവും ഒരു കാരണമാണ്. ഇനി ഞാൻ പറഞ്ഞ ആ രഹസ്യ പോഷകത്തിനെ കുറിച്ച് പറയാം. അത് കോളിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. നമ്മുടെ വിറ്റമിൻ B12 സാദൃശ്യം തോന്നിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഈ കോളിൻ എന്ന് പറയുന്നത്. ഈ കോളിൻ്റെ അഭാവം അല്ലെങ്കിൽ കോളിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവാനുള്ള ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പല പല ടെസ്റ്റുകൾ ചെയ്തിട്ടും അല്ലെങ്കിൽ പല മരുന്നുകൾ എടുത്തിട്ടും ക്ഷീണം കുറയുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഘടകത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അപ്പം ഈ കോളിൻ എങ്ങനെയാണ് ക്ഷീണത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ എന്ത് മെക്കാനിസമാണ് കോളിൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്കൊരു 3 രീതിയിൽ പറയാം. അതിൽ ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനെയാണ്. എന്ന് വെച്ചാൽ ബ്രെയിനിൽ നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധേനൊക്കെ കേന്ദ്രീകരിക്കാനും അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് വേണ്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത്. ഈ അസറ്റൈൽ കോളിൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കോളിൻ്റെ അളവ് നല്ല രീതിയിൽ ആവശ്യമാണ്. പക്ഷേ ഈ കോളിൻ കുറയുന്ന സമയത്ത് ബ്രെയിനിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവാനും അതേപോലെ ഏകാഗ്രതക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അതേപോലത്തെ ബ്രെയിൻ ഫാഗ് അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡായി പോയ അവസ്ഥ, ഒരു ക്ഷീണം പോലെ തോന്നാനായിട്ട് ഒരു കാരണമാവും. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ നല്ല രീതിയിലുള്ള എനർജി ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫാറ്റ് എനർജി ആയിട്ട് മാറാനായിട്ട് നമുക്ക് കോളിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ കോളിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ കോളിൻ കുറവാകുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, ഈ ഫാറ്റ് ഒന്നും ബേൺ ആവാതെ കിടക്കുകയും അതുവഴി നമുക്ക് ഈ ഒരു പക്ഷേ അത് ഫാറ്റ് പോയിട്ട് ലിവറിനെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് ഫാറ്റി ലിവർ ആവാനും അതേപോലെ ക്ഷീണം ഉണ്ടാക്കാനും അതേപോലെ ഒരു ഭാരം പോലെ തോന്നാനും അല്ലെങ്കിൽ ഒരു തടി കൂടിയ പോലത്തെ ഒരു ഫീല് വരാനൊക്കെ ഒരു കാരണമാവും. എന്ന് വെച്ചാൽ ഈ എനർജി നമുക്ക് ഈ കൊഴുപ്പിൽ നിന്ന് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കൈകാലുകളുടെ മസിൽസ് ചലിപ്പിക്കാനായിട്ട് കോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കോളിൻ കുറയുന്ന സമയത്ത് നമ്മളുടെ കൈകാലുകളുടെ ചലനം മന്ദഗതിയിലാക്കുകയും നമുക്കൊരു ഫിസിക്കലായിട്ടുള്ള ഒരു ടയേർഡ്നെസ് പോലെ ഫീൽ ചെയ്യാനായിട്ടും തുടങ്ങും. ഇതും വേറൊരു കാരണമാണ്. ഇത് മൂന്നുമാണ് ഈ കോളിൻ്റെ അഭാവം കൊണ്ട് നമുക്ക് വരാവുന്ന നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന 3 മെക്കാനിസംസ് പറയുന്നത്. ഇത് കാരണം നമുക്ക് ഒരു ക്ഷീണമായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഇത് കിട്ടും. ഇനി നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയല, മത്തി, സാൽമൺ പോലുള്ള നല്ല കൊഴുപ്പുള്ള മത്സ്യങ്ങൾ കഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് മീറ്റ് ഐറ്റംസ് കഴിച്ചാലും അതിലും ഇതേപോലത്തെ കോളിൻ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചീര കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അതേപോലെ ബ്രൊക്കോളി,
കോളിഫ്ലവർ, നിലക്കടല, ഇതൊക്കെ നല്ല കോളിൻ്റെ ഒരു സോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അതേപോലെ ചിക്കൻ്റെ ലിവർ, അതേപോലെ പാല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കോളിൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഇത് നമ്മൾക്ക് സഹായിക്കും. ഇനി നമുക്ക് ഒരു എനർജി കിട്ടാനായിട്ട് വീട്ടിൽ തന്നെ എന്തൊക്കെ ഡ്രിങ്ക്സ് ട്രൈ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നല്ല ഏന്തപ്പഴവും അതേപോലെ ഒരു 2 ഈത്തപ്പഴം കൂടെ ചേർത്തിട്ട് സ്മൂത്തി പോലെ ആക്കിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എനർജി ഡ്രിങ്കാണ്. അതേപോലെ തന്നെ രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ തേനും കുറച്ച് നാരങ്ങാ നീരും കൂടെ ചൂടുള്ള വെള്ളത്തിൽ കലർത്തി കഴിക്കുന്നതും ഇതേപോലെ ഒരു ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ അസിഡിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാരങ്ങ നീര് വെറും വയറ്റിൽ കഴിക്കരുത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അസിഡിറ്റി കൂട്ടാനായിട്ട് ഒരു കാരണമാവും. ഇനി നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന അസിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇഞ്ചി വെള്ളമോ അല്ലെങ്കിൽ ജീരക വെള്ളമോ ഒക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദഹനം നന്നായിട്ട് മെച്ചപ്പെടുത്താനും അതുവഴി ക്ഷീണം നന്നായിട്ട് കുറയ്ക്കാനായിട്ടും സഹായിക്കും. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഓപ്പൺ സ്പേസ്, ഒരു തുറസായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു 15 മുതൽ ഒരു 30 മിനിറ്റ് വരെയൊക്കെ നടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഓക്സിജൻ, നല്ല തരത്തിലുള്ള ഓക്സിജൻ നമുക്ക് കിട്ടുകയും നമുക്ക് നല്ല രീതിയിലൊരു ക്ഷീണത്തിന് നല്ലൊരു വ്യത്യാസം കാണാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷീണമുള്ളവർ ഇത് എനിക്കൊരു മടിയാണ് അല്ലെങ്കിൽ ഇത് എനിക്കൊരു ഹാബിറ്റായി പോയി, ഇതൊരു ശീലമായി പോയി എന്ന് പറഞ്ഞ് വിടാതെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ എന്തൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ കറക്റ്റാക്കിയിട്ട് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ക്ഷീണം അല്ലെങ്കിൽ തളർച്ച അതുപോലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നമുക്കതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് മെഡിസിൻസ് തരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ക്ലിനിക്ക് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനും വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.